സ്വന്തം വീടിൻ്റെ തറ പൊളിച്ചപ്പോൾ അതിനിടയിൽ പടുകൂറ്റൻ ഒരു നഗരം തന്നെ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അതും വെറുമൊരു സാധാരണ ഗുഹയല്ല. 20,000-ഓളം ആളുകൾക്ക് ഒരേ സമയം ജീവിക്കാൻ കഴിയുന്ന 20 നിലകളോളം താഴ്ചയുള്ള ഒരു കൂറ്റൻ ഭൂഗർഭ സാമ്രാജ്യം. 1963 തുർക്കിയിലെ ഡെറിൻകുയു എന്ന ചെറിയ ഗ്രാമത്തിലാണ് ലോകത്തെ ഞെട്ടിച്ച ഈ അത്ഭുത സംഭവം നടന്നത്. സ്വന്തം വീടിൻ്റെ മതിൽ അറ്റകുറ്റപ്പണി നടത്തുകയായിരുന്ന ഒരു വ്യക്തി മതിലിന് പിന്നിൽ രഹസ്യമായ ഒരു കവാടം കണ്ടെത്തി. അതിനുള്ളിലേക്ക് കടന്ന പുരാവസ്തു ഗവേഷകർ കണ്ടത് മനുഷ്യനിർമ്മിതമായ ഏറ്റവും നിഗൂഢമായ ഒരു അത്ഭുതമായിരുന്നു. എന്താണ് ഈ ഡെറിൻകുയു ഭൂഗർഭ നഗരം? ആരാണ് ഇത് നിർമ്മിച്ചത്? അവസാനത്തോളം കണ്ടു നോക്കൂ. ഭൂമിക്കടിയിൽ ഏകദേശം 85 മീറ്റർ, അതായത് 280 അടി താഴ്ചയിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ആകാശത്തേക്ക് ഉയരമുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് പോലെ ഇവർ ഭൂമിക്കടിയിലേക്ക് താഴേക്ക് 18 മുതൽ 20 നിലകൾ വരെ കൊത്തിയുണ്ടാക്കി. ഇതൊരു താൽക്കാലിക ഒളിത്താവളമായിരുന്നില്ല, പകരം ഒരു സമ്പൂർണ്ണ നഗരമായിരുന്നു. ഭൂമിക്കടിയിൽ പ്രകാശമില്ലാത്ത അവസ്ഥയിലും ഇവിടെ വീടുകൾ, ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്ന വമ്പൻ ഗോഡൗണുകൾ, പശുക്കളെയും ആടുകളെയും കെട്ടാനുള്ള വലിയ തൊഴുത്തുകൾ, വൈനുണ്ടാക്കുന്ന സ്ഥലങ്ങൾ, സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, സഭകൾ എന്നിവയെല്ലാം കൃത്യമായി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഭൂമിക്കടിയിൽ ഇത്രയും ആഴ്ചയിൽ ആളുകൾ എങ്ങനെ ശ്വാസമെടുത്ത് ജീവിച്ചു എന്ന് ചോദിച്ചാൽ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളിലൊന്ന്. മുകളിൽ നിന്ന് താഴേക്ക് 55 മീറ്ററോളം ആഴമുള്ള 15,000-ഓളം കൂറ്റൻ വെന്റിലേഷൻ ഷാഫ്റ്റുകളാണ് ഇവർ നിർമ്മിച്ചത്. ഇതുവഴി ഭൂമിയുടെ അടിത്തട്ടിലേക്ക് പോലും ശുദ്ധവായു എത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. അതുമാത്രമല്ല, ശത്രുക്കൾ മുകളിൽ നിന്ന് വിഷം കൊടുക്കാതിരിക്കാൻ പുറത്തുനിന്നുമുള്ള കിണറുകളുമായി ബന്ധമില്ലാത്ത സ്വന്തമായ രഹസ്യ ശുദ്ധജല കിണറുകളും ഇവർ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടുണ്ടാക്കി. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ സുരക്ഷാ സജ്ജീകരണം എന്താണെന്നല്ലേ? ശത്രുക്കൾ ആക്രമിക്കാൻ വന്നാൽ ഓരോ നിലയും വേറെ വേറെയായി അടച്ചുപൂട്ടാൻ കഴിയുന്ന 5 കിൻഡലോളം ഭാരമുള്ള കൂറ്റൻ ഉരുളൻ പാറ വാതിലുകൾ ഇവർ തയ്യാറാക്കിയിരുന്നു. ഈ പാറകൾ ഉള്ളിൽ നിന്ന് മാത്രമേ തുറക്കാനും അടയ്ക്കാനും കഴിയുകയുള്ളൂ. പുറത്തുനിന്ന് വരുന്ന ശത്രുക്കൾക്ക് ഈ വാതിൽ തകർക്കുക അസാധ്യമായിരുന്നു. കൂടാതെ ഇടുങ്ങിയതും വളഞ്ഞുപുളഞ്ഞതുമായ ടണലുകൾ കാരണം ശത്രുക്കളുടെ സൈന്യത്തിന് കൂട്ടത്തോടെ ഉള്ളിലേക്ക് കയറാനും കഴിഞ്ഞിരുന്നില്ല. NCBC 8-ാം നൂറ്റാണ്ടിൽ ഫ്രിജിയൻസ് ആണ് ഇത് നിർമ്മിച്ചു തുടങ്ങിയതെന്നും പിന്നീട് റോമൻ ആക്രമണങ്ങളിൽ നിന്നും അറബ് യുദ്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ക്രിസ്ത്യാനികളാണ് ഇത് വിപുലീകരിച്ചതെന്നും കരുതപ്പെടുന്നു. എന്നാൽ ശാസ്ത്രജ്ഞർക്ക് ഒരിക്കലും ഇത് ഉത്തരം കിട്ടിയിരുന്നില്ല. യാതൊരുവിധ ആധുനിക യന്ത്രങ്ങളോ ടെക്നോളജിയോ ഇല്ലാത്ത ആ പുരാതന കാലത്ത് കടുപ്പമേറിയ അഗ്നിപർവ്വത പാറകൾ തുരന്ന് എങ്ങനെയാണ് ഇത്രയും പെർഫെക്റ്റായ ഒരു നഗരം നിർമ്മിച്ചത്? ഈ ഭൂഗർഭ നഗരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യൂ. ഇതുപോലത്തെ അത്ഭുതകരമായ ചരിത്ര സത്യങ്ങൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി.